ഇനി ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മൂന്നാമത്തെ ട്രിഗർ, അതാണ് നമ്മുടെ ഗേറ്റ് ട്രിഗർ. ഇവിടെ നമ്മൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ കേസ് ഇതാണ്. ആനോഡുണ്ട്, ഇവിടെ കാഥോഡുണ്ട്. ഇവിടെ നമ്മൾ വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്, പോസിറ്റീവ് ആനോഡിനും കൊടുത്തു, നെഗറ്റീവ് കാഥോഡിനും കൊടുത്തു. ഇവിടെ ആരോടുണ്ട്, ഒരു ഗേറ്റ് സർക്യൂട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തേക്കുന്ന വോൾട്ടേജ് VG, ഇവിടുത്തെ കറണ്ടായി. ഇവിടെ ഒഴുകുന്ന കറണ്ട് ലോഡ് കറണ്ട് IL. ലോഡിന് നേരെ ഇരിക്കുന്ന ഇതായിട്ട് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം ഈ പറഞ്ഞു വന്ന ഇതിൽ കൂടെ കറണ്ട് പോകുന്ന ഏകദേശം 1 കിലോ ആംപിയർ ഒക്കെ ആ റേഞ്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും വലിയ കറണ്ടിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് വിസ്റ്റാൻഡ് ചെയ്യേണ്ടത് ഉറപ്പായിട്ടും. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ പറഞ്ഞു വന്നപ്പം ഇവിടെ ഡോപ്പിങ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസ് ഭയങ്കരമായിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഹോൾസ് ഉള്ളത് വളരെ കുറവാണ്, കാരണം ഇവിടെ ഡോപ്പിംഗ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ IG കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഒഴുകുന്നത് IG കറണ്ട് നമ്മൾ അസ്യൂം ചെയ്ത് ഇങ്ങനെ ഒഴുകുന്നത്, കാരണം പോസിറ്റീവ് ടു നെഗറ്റീവ് ആയിരിക്കണം കറണ്ട് ഒഴുകുന്നത്. അപ്പോൾ ഒഴുകുന്ന സാധനം ഏതായിരിക്കും, ഹോൾസാണ്. പക്ഷേ ആക്ച്വൽ പ്രാക്ടീസിൽ IG എന്താണ്, IG കറണ്ട് ഡ്യൂ ടു എന്ത് മാത്രമാണ്, ഇലക്ട്രോൺസും കൊണ്ട് മാത്രമാണ്. ഇലക്ട്രോൺസും ഹോൾസും ഉണ്ട്, പക്ഷെ എന്നാലും ആരാണ് ഡോമിനേറ്റിംഗ്, ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ഇലക്ട്രോൺസ് അങ്ങോട്ട് ഒഴുകുക ചെയ്യുന്നു, ഹോൾസ് ഇങ്ങോട്ട് ഒഴുകുന്നതിന് പകരം ഈ ഇലക്ട്രോൺസ് അങ്ങോട്ട് ഒഴുകുന്നു. ഈ ഇലക്ട്രോൺസ് അങ്ങോട്ട് ഒഴുകിയാൽ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ ഈ ഏരിയയിൽ ആരുണ്ട്, ഡിപ്ലഷൻ റീജിയൻ. ഇപ്പോൾ ആ ഡിപ്ലഷൻ റീജിയനിൽ ഇരിക്കുന്ന ഇതിനെ ആര് വന്ന് തട്ടും, ഇത് വന്ന് ബ്രേക്ക് ചെയ്യും. ഇത് വന്ന് ബ്രേക്ക് ചെയ്താൽ ആ നിമിഷം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അകത്തൂടെ ആരൊഴുകും, അതിൻ്റെ അകത്തൂടെ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞു വന്ന കറണ്ട് ഒഴുകും, IL കറണ്ട്. അതിനുശേഷം ഇൻക്രീസായി IL അങ്ങ് കൂടി എല്ലായിടത്തും ആകും. അപ്പം ആദ്യത്തെ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ വ്യൂ മാറ്റി നമ്മൾ അകത്തുനിന്ന് കറണ്ട് ഒഴുകുന്ന രീതി കാണിക്കുകയാണെങ്കിൽ നമ്മുടെ SCRൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ ഇങ്ങനെ കിട്ടി. ആ ക്രോസ് സെക്ഷണൽ വ്യൂവിൽ ഒരു ഡോട്ട് മാത്രം ഇവിടെ ഈ പച്ച കാണുന്ന വഴി ഏതുണ്ടായി, ആനോഡ് കറണ്ട് ഒഴുകാൻ തുടങ്ങും, അല്ലെങ്കിൽ അത്രയും 1 കിലോ ആംപിയർ കറണ്ട് ഒഴുകാൻ തുടങ്ങും. അത് ഏതൊക്കെ ടൈമിൽ, റൈസ് ടൈമിലും TDയിലും ഡിലേ ടൈമിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പറയുന്ന പോർഷനിൽ കൂടെ മാത്രമാണ് ആനോഡ് കറണ്ട് ഒഴുകുന്നത്. അതിനുശേഷം ഈ പറയുന്ന മുഴുവൻ ഇതിലോട്ട് സ്പ്രെഡ് ആവും, അതാണ് സ്പ്രെഡ് ടൈം. അപ്പോൾ ഈ മൂന്നെണ്ണോടെ ചേർന്നിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രിഗറിങ് ടൈം എന്ന് വിളിക്കുന്നത്. ആ ട്രിഗറിങ് ടൈമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് TQ എന്നൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ TQ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ട്രിഗറിങ് ടൈമാണ്. ആ ട്രിഗറിങ് ടൈമിൽ 3 എണ്ണം ഉണ്ട്, ഡിലേ ടൈമുണ്ട്, റൈസ് ടൈമുണ്ട്, ഈ പറഞ്ഞു വന്ന സെറ്റിലിംഗ് ടൈം, അല്ലെങ്കിൽ ഈ മുഴുവൻ ഇതിലേക്കും ആ ഡിപ്ലഷൻ റീജിയൻ മുഴുവൻ കടന്ന് ആ മുഴുവനിൽ കൂടെ കറണ്ട് കടന്നു പോകുന്ന ഒരവസ്ഥ, അതിന് സ്പ്രെഡ് ടൈം എന്ന് പറയും. അപ്പം ഈ പറഞ്ഞ സ്പ്രെഡ് ടൈം കൂടെ കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ എന്താ ചെയ്യുന്നത്, ടയർ സ്ട്രോണായി നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അതിനകത്ത് ഓർത്തിരിക്കുന്ന കുറച്ച് പോയിരുന്നത് അറിയാം. ആദ്യം TD ആയിരിക്കുന്ന സമയത്ത് ഡിലേ ടൈമിലാണ് നമ്മൾ പറഞ്ഞത്. വോൾട്ടേജ് ഹൈ ആണ്, കറണ്ട് ലോ ആണ്. വളരെ സിമ്പിളാണ്. ഇത് ട്രിഗർ ആയതേ ഉള്ളൂ, ചെറിയ കറണ്ട് ഒഴുകി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാൽ ഈ റൈസ് ടൈം
റൈസ് ടൈമിൽ വി മോഡറേറ്റ് ആയിരിക്കും, ഐയും മോഡറേറ്റ് ആയിരിക്കും. എന്നാൽ ടി സെറ്റിലിംഗ് അല്ലെങ്കിൽ സ്പ്രെഡ് ടൈമിൽ വി ലോ ആയിരിക്കും, ഐ ഹൈ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അത് ഓണായെന്നാണ്. വൺസ് സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ സ്വിച്ചിന് അക്രോസ് വോൾട്ടേജ് ഉണ്ടാവും ഇല്ല, കാരണം ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ അക്രോസ് വോൾട്ടേജ് ഇതായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ ഈ സ്പ്രെഡ് ടൈമായി ഇതിൻ്റെ അകത്ത് എൻ്റയർലി വലിയ കറണ്ട് 1 കിലോ ആമ്പിയർ തന്നെ ആ പറഞ്ഞ ആർമേച്ചറിൻ്റെ കറണ്ട് കൊടുക്കുന്ന സമയത്ത് അതിനക്രോസ് വളരെ സ്മോൾ വോൾട്ടേജ് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം പറയും, ഈ റൈസ് ടൈമിലായിരിക്കും ഈ പറയുന്ന തൈറിസ്റ്ററിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പവർ ലോസ് ഉണ്ടാകും. പവർ ലോസ് മാക്സിമം ആയിരിക്കുന്നത് റൈസ് ടൈമിലായിരിക്കും. കാരണം 2 ഭയ്യാണ് അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് വാല്യൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ഒരു 200 കറണ്ട് വോൾട്ടേജ് 33 കിലോ വോൾട്ട് അല്ലെങ്കിൽ 11 kVD ആണെന്ന് ഇരിക്കട്ടെ, ഒരു 6 കിലോ വോൾട്ട് വരുന്നുണ്ട്. അത് മൾട്ടിപ്പിൾ ചെയ്താൽ വലിയ വാല്യൂ വരയ്ക്കുന്നത്. പക്ഷേ എന്നാൽ ഡിലേ ടൈമിലുള്ള കാര്യം എന്ന് ചോദിച്ചാൽ ഒരു 1 ആമ്പയറോ 2 ആമ്പയറോ എല്ലാം ഉണ്ടാവുള്ളൂ. വോൾട്ടേജ് ഹൈ ആണ്, പക്ഷേ കിട്ടാൻ പോകുന്ന വാല്യൂ സ്മോൾ ആയിരിക്കും, ആ പവറിൻ്റെ വാല്യൂ കുറവായിരിക്കും. അപ്പോൾ ഈ പറയുന്ന സ്വിച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് SCR എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ചാണ്. സ്വിച്ച് ഓൺ ആയെന്ന് പറഞ്ഞാൽ അത് ഷോർട്ട് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യണം, സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യണം. കറണ്ട് കടത്തിവിടാനേ പാടില്ല, ശരിയല്ലേ? അത് ഓപ്പൺ ആയിട്ടിരിക്കുന്നു, വോൾട്ടേജ് അതിനക്രോസ് ഉണ്ടാകും, പക്ഷേ കറണ്ട് കടന്നു പോകില്ല. എന്നാൽ ഷോർട്ടായെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഓണായെന്ന് പറഞ്ഞാൽ എന്താണ്? അതിനക്രോസൂടെ മുഴുവൻ കറന്നു പോകും, പക്ഷേ അതിനക്രോസ് വോൾട്ടേജ് ഉണ്ടാവില്ല, കാരണം അത് ഷോർട്ട് സർക്യൂട്ടാണ്. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനിയും പറയാനുള്ളത് എന്താ ചോദിച്ചാൽ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ട്രിഗറിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും നമ്മൾ പറയുന്നത് എന്താ ചോദിച്ചാൽ, നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയാണ് കറണ്ടിൻ്റെയും വോൾട്ടേജിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ അല്ലേ? ഇവിടേക്കുള്ള നെഗറ്റീവിലേക്കുള്ള വരയ്ക്കല്ല, കാരണം അത് നമുക്ക് ഓൾറെഡി അറിയാം ഇങ്ങനെയാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് വരയ്ക്കാത്തത്. ഓക്കെ അല്ലേ? എന്നാൽ ഇതിൻ്റെ അകത്ത് ബാക്കി നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് IG2, ഇത് IG1, ഇത് IG0. IG0 ലെസ് ദാൻ IG0 ഗ്രേറ്റർ ദാൻ IG1 ഗ്രേറ്റർ ദാൻ IG2. നമ്മളപ്പോൾ പറയുന്നതെന്നറിയോ, നമുക്ക് ഈ പറയുന്ന ഈ ടൈമിൽ ഈ സമയത്ത് IG എന്ന് പറഞ്ഞാൽ 0 ആണ്. നമുക്കിതൊന്ന് തിരിച്ചു കൊടുക്കാം. ഇത് IG2, ഇത് IG1, ഇത് IG0. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് തിരിച്ചെഴുതാം IG2 ഗ്രേറ്റർ ദാൻ IG1 ഗ്രേറ്റർ ദാൻ IG0. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പറയുന്നത് ആദ്യം നമ്മൾ ഈ പറയുന്ന ഗേറ്റ് ഒന്നും കൊടുത്തില്ല. IG എന്ന് പറയുന്നത് ഗേറ്റ് കറണ്ടാണ്. ഗേറ്റ് കറണ്ട് ഒന്നും കൊടുത്തില്ല. ആ സമയത്ത് നമ്മൾ എത്ര തന്നെ വേണ്ടി വന്നു? നമ്മൾ ആദ്യം പറഞ്ഞ കേസ് പോലെ അതിൻ്റെ എവിടം വരെ വേണ്ടി വന്നു? നമ്മുടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് വരെ കൊടുക്കേണ്ടി വന്നു ഈ പറഞ്ഞ ഇതൊന്ന് ഓണാക്കാൻ, ശരിയല്ലേ? എന്നാൽ IG1 എന്ന് പറഞ്ഞൊരു സ്മോൾ കറണ്ട് കൊടുത്തു. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 1 മില്ലി ആമ്പിയർ ഉദാഹരണമാണ് പറയാം. അത്രയും സ്മോൾ ഒരു മില്ലി ആമ്പിയറിലുള്ള ഒരു കറണ്ട് ഗേറ്റിന് കൊടുത്തു. ആ സമയത്ത് കിട്ടുന്ന വോൾട്ടേജ് എത്ര ആയിരിക്കും? അതിനെ നമ്മൾ IG0 കൊടുത്ത സമയത്ത് VG0 കിട്ടി. ഇതിപ്പോൾ നമ്മുടെ ബ്രേക്ക് ഡൗൺ ഫോർവേഡ് ബ്രേക്ക് ഡൗണിൻ്റെ വോൾട്ടേജ് 11 kV ആണെങ്കിൽ ആ 11 kVയിൽ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ VG0 നമുക്ക് എത്ര മതി എന്നറിയോ? ഒരു 9 കിലോ വോൾട്ട്. എന്നാൽ അതപ്പോൾ എത്രയായി? 1 മില്ലി ആമ്പിയർ കൊടുത്ത സമയത്ത്. എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു 3 മില്ലി ആമ്പിയർ കൊടുക്കും. ഗേറ്റിൻ്റെ കറണ്ട് ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്തു. ആ സമയത്ത് നമുക്ക് ഇവിടെ എത്ര വോൾട്ടേജ് മതി? ഒരു 7 കിലോ വോൾട്ട് മതി. എന്നാൽ വീണ്ടും നമ്മളൊരു 5 മില്ലി ആമ്പിയർ കൊടുക്കും ഗേറ്റിൻ്റെ കറണ്ട്. ആ സമയത്ത് നമുക്ക് ട്രിഗർ ചെയ്ത് ഈ പറയുന്ന SCR ഓൺ ചെയ്യാൻ നമുക്ക് എത്ര മതി? 5 കിലോ വോൾട്ട് മതി.
ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഗേറ്റിൻ്റെ കറണ്ട് കൂട്ടി കൊടുക്കും തോറും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് കുറച്ചുകൊണ്ട് വരാൻ പറ്റും. അപ്പം നമുക്ക് ഈ പറഞ്ഞു വന്ന SCRനെ ചെറിയ വോൾട്ടേജിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രിഗർ ചെയ്യാൻ പറ്റും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് ഏത് വെച്ച് നമുക്ക് ട്രിഗർ ചെയ്യാം? IG1, IG2, IG3 വെച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നമ്മുടെ ട്രിഗറിങ് പൾസസിൻ്റെ വിട്ടും ഈ പറഞ്ഞു വന്ന ടൈമും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ ഈ പറഞ്ഞു വന്ന വോൾട്ട് എത്ര ടൈം വേണമെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത്? ട്രിഗറിങ് ആംഗിൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ശരിയല്ലേ? ട്രിഗറിങ് ആംഗിൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ട്രിഗറിങ് ആംഗിൾ ഈക്വൽ ടു 30 എന്ന് പറഞ്ഞ അർത്ഥം എന്താ വെച്ചാൽ നമ്മുടെ തൈറിസ്റ്റ് 30 ആംഗിൾ നമ്മുടെ സൈനസോയിഡൽ വേവ് പോകുന്ന സമയത്ത് ആ പർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യും? ക്ലോസ് ചെയ്യും. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ബേസിക്കായിട്ട് അറിയേണ്ടത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് വോൾട്ടേജ് കറണ്ട് ആരുടെ ക്യാരക്ടറിസ്റ്റിക്സ്? നമ്മുടെ തൈറിസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിനക്രോസുള്ള വോൾട്ടേജ് ആണ് V, ഇതിനകത്തുള്ള കറണ്ടാണ്. ഏത് വെച്ചാൽ കൺട്രോൾ ചെയ്ത്? ഗേറ്റ് കറണ്ട്. ഗേറ്റ് വോൾട്ടേജ് അല്ല, ഗേറ്റ് കറണ്ടാണ്. ഒരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നു. PN എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, BJTയുടെ അതേ ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ BJT തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത് പറയാം. PN ജംഗ്ഷൻ ഡയോഡ് എന്നൊക്കെ പറയുമ്പം BJTയുടെ ബേസാണ്, മോസ്ഫെറ്റ് അല്ല. മോസ്ഫെറ്റിലാണ് നമ്മൾ കൺട്രോൾ ചെയ്ത് ചെയ്യുന്നത് വോൾട്ടേജ് വെച്ച്, ഗേറ്റ് വോൾട്ടേജ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗേറ്റ് വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ നമ്മളെന്താ പറയുന്നത്? ശരിക്കും നമ്മൾ പറയുന്ന വേണമെന്നറിയോ? PN ജംഗ്ഷനിലെ ബേസ് കറണ്ട് എന്നൊക്കെയാണ് പറയാം. ശരിയല്ലേ? ബേസ് കറണ്ട് വെച്ച് നമ്മൾ ട്രിഗർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആ പേരിച്ച മാറ്റിനുള്ളേ ഉള്ളൂ, ഗേറ്റ് കറണ്ട് എന്നാക്കി. ഓക്കെ. അപ്പോൾ എനിവേ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ട്രിഗറിങ്ങിന് വേണ്ടത് കറണ്ടാണ്, അല്ലാതെ വോൾട്ടേജ് അല്ല. അത് ഓർത്ത് വെച്ചോ. ഓക്കെ ആണ്. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഈ പറഞ്ഞു വന്ന വൺസ് SCR ഓണായി ഏകദേശം നമ്മൾ പറഞ്ഞു വരുന്നത് 11 kV ഒക്കെ ആയിരുന്നു നമ്മൾ വോൾട്ടേജ് ഉണ്ടായിരുന്ന SCRന് അക്രോസ് ഓൺ ചെയ്യുന്നതിന് മുമ്പ്. എന്നാൽ വൺസ് SCR ഓണായി അതിൻ്റെ അകത്തൂടെ പറഞ്ഞു പോകുന്ന ആർമേച്ചർ അല്ലെങ്കിൽ അതിൽ ഓടെന്ന് പറയുന്ന 1 kA ഒക്കെയാണ് കറണ്ട് കടന്നു പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ലാച്ചിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. ലാച്ചിങ് എന്നുള്ള വീട് കേട്ടാൽ ഓർത്തുള്ളത് ലാച്ചിങ് ഡിവൈസ്. ലാച്ചിങ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം ഓർത്ത് വെച്ചാൽ മതി. വൺസ് അവനൊന്ന് ട്രിഗർ ചെയ്ത് വിട്ടാൽ പിന്നെ അവനങ്ങ് തന്നെ പൊക്കോളും. അവന് വേറെ സപ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. മനസ്സിലായി എന്നാണ്? അപ്പോൾ അവനൊന്ന് ട്രിഗർ ചെയ്ത് അവനെ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുന്ന ഒരു പാടേ ഉള്ളൂ. അപ്പോൾ ആ ട്രിഗറിങ്ങിന് അങ്ങനെ വരുന്ന ഡിവൈസുകൾ വിളിക്കുന്നവരാണ് ലാച്ചിങ് ഡിവൈസ്. അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. നമുക്കിപ്പോൾ എന്നാ പറയുന്നത്? നമ്മൾ ഈ പറയുന്ന SCRൻ്റെ കേസ് തന്നെ പറഞ്ഞാൽ മതി. SCRനെ നമ്മൾ ഓൺ ചെയ്ത് ഗേറ്റ് കൊടുത്ത് ട്രിഗർ ചെയ്ത് ഇതിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞു മാക്സിമം കറണ്ട് ഇപ്പോഴത്തെ 1 kA ആണ്. എന്നാൽ ഒരു 30 ആംപിയർ ഉദാഹരണം പറയാണ്, അതാണ് നമ്മുടെ ഐ ലാച്ചിങ്. 30 നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു നമ്മുടെ ഡിലേ ടൈമും നമ്മുടെ ഇതൊക്കെ പറഞ്ഞായിരുന്നു. ആ ടൈമിൽ ഇങ്ങനെ കറണ്ട് പതുക്കെ കൂടി പോവുകയാണ്. ആ കറണ്ട് കൂടി പോകുന്ന സമയത്ത് ആനോഡ് കറണ്ട് IA അല്ലെങ്കിൽ IL എന്ന് പറഞ്ഞ വാല്യൂ ഒരു 30 ആംപിയർ എത്തിയാൽ ശരിക്കും എത്തേണ്ടത്, ഇത് മുഴുവൻ സ്പ്രെഡ് ടൈം എത്തിയാൽ നമുക്ക് എത്തേണ്ടത് 1000-ലാണ്. പക്ഷേ ഇവിടെ നമുക്കൊരു 30 ആംപിയർ എത്തുമ്പോൾ തന്നെ ഈ ഗേറ്റിനെ പിടിച്ചങ്ങ് ഒഴിവാക്കിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, സിസ്റ്റം വർക്ക് ചെയ്തു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ വൺസ് SCR ഓണായിട്ടുണ്ടെങ്കിൽ അതൊരു ലാച്ചിങ് ഡിവൈസ് ആണ്. അതിനെ പിന്നെ അവൻ്റെ വേറെ ആരുടെ സപ്പോർട്ടൊന്നും ആവശ്യമില്ല, അവൻ തന്നെ വർക്ക് ചെയ്തോളും. അപ്പോൾ അതാണ് ആ പറയുന്ന SCRനെ നമ്മൾ എത്ര സമയം കൊണ്ട് അല്ലെങ്കിൽ എത്ര കറണ്ട് കൊണ്ട് ലാച്ചിങ്ങിൽ എത്തിച്ചു, അല്ലെങ്കിൽ അവനെ ഫ്രീ ആക്കി അവൻ്റെ ഗേറ്റിൽ നിന്ന് ഗേറ്റിൻ്റെ ആവശ്യമില്ലാതെ അവൻ സ്വന്തം കാലം നിൽക്കുന്ന ആ ഒരു സെറ്റപ്പിലോട്ട് എത്തിക്കാൻ പറ്റുന്ന കറണ്ട് ഉണ്ടല്ലോ, ഒരു മിനിമം കറണ്ട്, അതിന് വിളിക്കുന്ന പേരാണ് ലാച്ചിങ് കറണ്ട്. എല്ലാം ക്ലിയറാണെന്ന് വിശ്വസിക്കുന്നു. അതാണ് 30 ആംപിയർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഒന്നുകൂടെ പറയണമുണ്ടോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ഓഫാക്കുന്നതിന് വിളിക്കുന്ന പേരാണ് കമ്മ്യൂട്ടേഷൻ. ആ കമ്മ്യൂട്ടേഷന് വേണ്ട 2 കണ്ടീഷൻ പറയുകയാണെങ്കിൽ നമ്മൾ പറയും, ഒന്ന് ഐ ഹോൾഡിങ്ങിൻ്റെ ബിലോ ആയിരിക്കണം. രണ്ടാമത്
SCR അക്രോസ് നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കും. ഈ രണ്ട് കണ്ടീഷന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഓണായ നമ്മുടെ SCR പിടിച്ച് എവിടെ എത്തിക്കാൻ പറ്റുള്ളൂ, ട്രിഗർ ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്നറിയോ, ഓണായ പയ്യനെ ഇനിയിപ്പോൾ ഓഫാക്കണമെന്നുണ്ടെങ്കിൽ അവനെതിരെ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കണം. അവൻ്റെ കറണ്ട് എന്തായിരിക്കണം, ഐ ഹോൾഡിൻ്റെ താഴെ ആയിരിക്കണം. ഈ ഐ ഹോൾഡ് സാധാരണ കേസിൽ നമ്മുടെ നെറ്റ്വർക്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞു വന്ന പവർ ഇലക്ട്രോണിക്സിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ഐ ഹോൾഡിൻ്റെ കാര്യം, ഐ ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്നുകൂടെ പറയാം, കമ്മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഓഫാക്കുന്നതിന് വേണ്ടി ഒരു ബിലോ, ആ പറയുന്ന കറണ്ടിനെ ബിലോ ആക്കിയേ പറ്റുള്ളൂ. ആ സമയത്തുള്ള കറണ്ട് വിളിക്കുന്ന ഐ ഹോൾഡ്. അതിന് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 15 ആംപിയർ നമ്മൾ പറഞ്ഞു. അതിൽ ഞാൻ ആ വാല്യൂസ് ഇട്ടത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. 15 ആംപിയർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തുള്ള, അത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന മുഴുവൻ ആംപിയർ കറണ്ട് 1000 ആണെങ്കിൽ വളരെ സ്മോൾ ഒരു കറണ്ട് ഐ ഹോൾഡ് എന്ന് പറഞ്ഞാൽ 15 ആംപിയറിന് താഴെ എത്തിച്ചാൽ മാത്രമേ ഈ പറയുന്ന തൈറിസ്റ്റർ ഓഫ് ആവുള്ളൂ. ഇവിടെ നമുക്കൊരു കാര്യം പറയട്ടെ, അവിടുന്ന് തന്നെ നമുക്കൊരു കാര്യം പറയാം. ഐ ലാച്ചിൻ്റെ വില അല്ലെങ്കിൽ ലാച്ചിങ്ങിൻ്റെ വില ഞാൻ എഴുതിയത് 30 ആംപിയറാണ്. ശരിക്കുമുള്ള ഐയുടെ വാല്യൂ അല്ലെങ്കിൽ ലോഡ് കറണ്ടിൻ്റെ വാല്യൂ നമ്മൾ എഴുതിയത് 1 കിലോ ആംപിയറാണ്. നിങ്ങൾക്ക് ആ വാല്യൂസിൻ്റെ ഒരു റേഞ്ച് മനസ്സിലാവുന്നുണ്ട്. ഐ ഹോൾഡ് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ എഴുതി, ഐ ഹോൾഡിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എഴുതി 15 ആംപിയർ. അപ്പോൾ ഇത് തമ്മിലൊന്ന് നോക്കിയാൽ നമുക്കറിയാം, ഇൻറ്റു 2 ആണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ 2 or 2.5 ഒക്കെ വരും. എന്ത്, ഐ ലാച്ച് ഈസ് ഈക്വൽ ടു 2 × 2.5 ഐ ഹോൾഡ്. അതുകൊണ്ടൊന്ന് ഓർത്ത് വെക്കുന്നതായിരിക്കും, കാരണം അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചാൽ, SCR ഓൺ ചെയ്യണമെങ്കിൽ ലാച്ചിങ് കറണ്ട് വേണം, SCR ഓഫ് ചെയ്യണമെങ്കിൽ ഹോൾഡിങ് കറണ്ട് വേണം. ഇനി ഐ ഹോൾഡും ഐ ലാച്ചുമായിട്ടുള്ള റിലേഷൻ പറയുകയാണെങ്കിൽ ഐ ലാച്ചിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ ഹോൾഡിങ് കറണ്ട്. കാരണം ഓഫ് ആക്കണമെങ്കിൽ അത്രയും കുറവ് വോൾട്ടേജിൻ്റെ അത്രയും കുറവ് കറണ്ടിൻ്റെ താഴെ വരണം. എല്ലാം ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. ഇനി ഇതിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങൾ, ഐ ഹോൾഡും ബിലോയും SCR നെക്രോസ് നെഗറ്റീവ് വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ പറയുന്ന നമ്മുടെ എന്തിന് SCR നമുക്ക് താഴെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്തിന് താഴെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ SCR ഔട്ട്പുട്ട് 0 ആക്കണം, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിന്ന് കമ്മ്യൂട്ടേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഇതേ ഉള്ളൂ മാർഗം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടം വരെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻറ്റൂടെ എനിക്ക് ആവശ്യമുണ്ട്. നമ്മളിന്ന് ഏകദേശം എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററേ ആയുള്ളൂ, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് നമ്മൾ പോകാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ തന്നെ ഒരു കാര്യം നമ്മളിനി പറയുന്നതെന്ന്, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ SCR ഇരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയാണ്, ആദ്യം നമുക്ക് വേണം റെസിസ്റ്റൻസ് സർക്യൂട്ട് മാത്രം. ഈ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് നമ്മൾ കൊടുക്കുന്നത് AC ആണെങ്കിൽ കറണ്ട് നമുക്ക് തന്നെയായിരിക്കും അതേ ഡയറക്ഷനിൽ അതേ ഇതിൽ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. കാരണം വോൾട്ടേജ് ഡിവൈഡർ ബൈ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും കറണ്ട്. ക്ലിയർ അല്ലേ? എന്നാൽ നമ്മുടെ ഈ പറയുന്ന കേസിൽ, ഏത് കേസിൽ നമ്മളൊരു റെസിസ്റ്റൻസ് ഇൻഡക്ടർ വെച്ചു, ആ സമയത്ത് നമ്മുടെ ഇക്വേഷൻ എന്തെന്ന് ചോദിച്ചാൽ I is equal to V/R + jωL. നമുക്ക് ഇൻഡക്ടറിൻ്റെ കേസിൽ അറിയാം, അതിൻ്റെ റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ jωL ആണ്. അവിടെ ഒരു ഇമാജിനറി പാർട്ടൂടെ വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, മാഗ്നിറ്റ്യൂഡ് ആംഗിൾ മൈനസ് ടാൻ ഇൻവേഴ്സ് ωL/R. നമ്മളീ പറഞ്ഞൊന്നും എന്നറിയോ, നമ്മുടെ കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ ആംഗിൾ. ഓക്കെ അല്ലേ? അത് മാത്രമല്ല, രണ്ടാമതൊരു കാര്യം എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ഒരു കറണ്ട് നമുക്ക് ഒഴുകുന്നുണ്ട്. ആ കറണ്ടിൻ്റെ വാല്യൂ, ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പം വോൾട്ടേജ് ഇങ്ങനെ എഴുതി, ഓക്കെ അല്ലേ? കറണ്ട് നമ്മൾ പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു, ഇങ്ങനെ ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ പോകുന്നെങ്കിൽ
ഇത് വന്ന് ഡയോട്ട് ആകുന്ന നെഗറ്റീവ് സൈഡിലായിരിക്കും. ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ ഹാഫ് വേവിൻ്റെ കേസായി പറയുന്നത്. ഇത് ഈ പറയുന്ന വന്ന് കുറയാൻ കാരണം നെഗറ്റീവ് ആയതിനു ശേഷം വോൾട്ടേജ് നെഗറ്റീവായി കറണ്ട് പോസിറ്റീവ് ആയിരിക്കും. അപ്പം ലോഡിൽ നിന്ന് പവർ സോഴ്സിലോട്ടാണ് ഒഴുകുന്നത്. അത് ഒഴുകുന്ന സമയത്ത് ഇൻഡക്ടറിലെ കറണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കും. ആ എനർജിയാണ് ഡിസബിൾഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സേർട്ടൺ ടൈം കഴിഞ്ഞ് ഇത് ഓഫ് ആവും. അപ്പോൾ ആ ടൈം വരെയും തൈറിസ്റ്റ് ഓൺ ആയിരിക്കും. കാരണം തൈറിസ്റ്റിനകത്തൂടെ ഒരു സേർട്ടൺ എമൗണ്ട് ഓഫ് കറണ്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോഴും നമ്മൾ പറഞ്ഞത് ഐ ഹോൾഡ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ കേസിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിൽ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? 0 ആയിട്ടാണ്. അപ്പോൾ ഇത് 0 ആയതിനു ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറഞ്ഞു വന്ന നമ്മുടെ തൈറിസ്റ്ററിനെ ഓഫാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിലൊക്കെ വരുന്ന സമയത്ത് ഈ പറഞ്ഞു വന്ന ഹോൾഡ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞു വന്ന ടൈം കുറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ടൈം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എൻ്റയർ സിസ്റ്റത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ഹാഫ് വേവ് ആണെങ്കിലും ഫുൾ വേവ് ആയാലും സെമി കൺവേർട്ടർ ആയാലും ഏകദേശം എല്ലാ കേസിലും നമുക്ക് ഒരൊറ്റ ചർച്ചയിലാണ് നിൽക്കുന്നത്. ഇൻഡക്ടർ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ കാര്യമാണ് ചർച്ച മുഴുവൻ. അവിടെ പ്രോബ്ലം ഉണ്ടാക്കുന്ന മുഴുവൻ ഇൻഡക്ടറാണ്. പക്ഷേ എന്നാൽ ഒരു കാര്യം പറയട്ടെ, ഇൻഡക്ടർ വെച്ചിട്ടാണ് നമ്മുടെ പവർ ഇലക്ട്രോണിക്സിലെ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട രീതിയിൽ ഡിസൈറബിൾ എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ പഠനം മുഴുവൻ. ഓക്കെ അല്ലേ? ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഇൻഡക്ടർ ആ പറയുന്ന ഇവിടെ നോക്കിയാൽ കാണാം വോൾട്ടേജിൻ്റെ അതേ രീതി തന്നെ റെസിസ്റ്റൻസ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ ഇൻഡക്ടർ അങ്ങനെ ബിഹേവ് ചെയ്യില്ല. ഇൻഡക്ടർ ബിഹേവ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന കറണ്ടിനെ ബേസ് ചെയ്ത് മാത്രമാണ്. അല്ലെങ്കിൽ ഇൻഡക്ടറിൻ്റെ ഒരൊറ്റ ചർച്ചയിലുള്ള എന്നറിയോ, കറണ്ട് വിത്തിൻ 0 സെക്കൻഡ് ചേഞ്ച് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മൾ വേറെ തരത്തിൽ പറഞ്ഞാൽ പെട്ടെന്നുള്ള ചേഞ്ചിനെ, കറണ്ടിൻ്റെ ചേഞ്ചിനെ ആരെതിർക്കും? ഇൻഡക്ടർ എതിർക്കും. അപ്പോൾ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നെഗറ്റീവിലോട്ട് വോൾട്ടേജ് പോയാലും പെട്ടെന്ന് ഇൻഡക്ടർ കറണ്ട് കുറയില്ല, പതുക്കെ പതുക്കെ ഡിക്രീസ് ചെയ്ത് ആട്ടി. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പടം ഇങ്ങനെ വരുള്ളൂ, ഇങ്ങനെ. കാരണം ഈ ഒരു പോയിന്റ് വരെ ഇൻക്രീസേ ചെയ്യുള്ളൂ, അതിനുശേഷം കുറച്ച് വന്നിട്ട് കുറഞ്ഞു.